നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 9 വർഷത്തെ പ്രണയം, അത്രയും നാൾ അവൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഭർത്താവ് പെട്ടെന്നൊരു ദിവസം ദേഷ്യത്തിന്റെ പുറത്ത് ഒരാഴ്ചയോളം സൂക്ഷിച്ച ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്തിയതിനു ശേഷവും ആ മൃതദേഹത്തോട് പക തീർക്കുന്ന എന്നോണം ആക്രമിക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്കടുത്ത വ്ളാത്താങ്കലിൽ നിന്ന് വന്ന അൽമയുടെ കൊലപാതക വാർത്ത കേട്ട് കേരളം ഒന്നടക്കം ഞെട്ടി. പക്ഷേ ഇപ്പോഴും അൽമയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ കൊലപാതകിയായ വിഷ്ണുവിനെ പുകഴ്ത്താനും വിഷ്ണു എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയാനും ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു അത്ഭുതമാണ് ഇവിടെ. അതായത് ഒരു കൊലപാതകിക്ക് വേണ്ടി സംസാരിക്കാൻ ഇത്രയും ആളുകളുണ്ടോ എന്നുള്ള അത്ഭുതം. അയാൾ എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അയാൾ ചെയ്തത് ഒരു തെറ്റാണ് എന്ന് പോലും മനസ്സിലാക്കാതെ വിഷ്ണുവിന് വേണ്ടി ന്യായീകരിക്കുകയാണ് ഈ ഒരു വലിയ ആളുകൾ, വലിയൊരു കൂട്ടം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൽമ, അവൾ ഒരു പെണ്ണാണ്, അവൾ വിഷ്ണുവിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കേണ്ടവളാണ് എന്ന തരത്തിലാണ് അൽമയ്ക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നത്. തൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നത് കൊണ്ട്, തൻ്റെ ഭർത്താവിനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രമാണ് അൽമ ഈ കൊലപാതകത്തിന് ഇരയായി മാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്കിടയിൽ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകിൽ ഡിവോഴ്സ്, അല്ല എങ്കിൽ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ ബന്ധുക്കളുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമായിരുന്നു. എങ്കിൽ പോലും അതൊന്നുമില്ലാതെ അൽമയെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയ വിഷ്ണുവിനെ ന്യായീകരിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ച തന്നെ നടക്കുന്നുണ്ട്. അതായത് ഈ വാർത്ത പുറത്തു വരുമ്പോൾ വാർത്തയ്ക്ക് താഴെ കൊലപാതകിയെ ന്യായീകരിച്ചു കൊണ്ടുവന്ന മലയാളികളുടെ കമന്റുകൾക്കെതിരെ നിരവധി ആളുകൾ രംഗത്തേക്ക് വരുന്നു. ഇവരൊക്കെ പറയുന്നത് അൽമ ചെയ്ത തെറ്റെന്താണ് എന്നതിനെ കുറിച്ചാണ്. അൽമ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അവൾക്ക് ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു, അവൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ്, അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിന്ന ഒരു വ്യക്തിയാണ്. ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ അതൊക്കെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യമാണ്. എന്തൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള, അല്ലെങ്കിൽ എന്തൊരു മോശമായിട്ടുള്ള തരത്തിലാണ് ആളുകൾ നമ്മുടെ ഈ കാലത്തും ഇങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീ എന്നും പുരുഷന് അടിമയായിരിക്കണം എന്ന തരത്തിൽ ചിന്തിക്കുന്ന വലിയൊരു സമൂഹം ഇന്നും നമുക്കിടയിലുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ഒരു അതിക്രൂര കൊലപാതകത്തിൽ അൽമയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് വിഷ്ണുവിനെ നല്ലവനാക്കി മാറ്റാൻ, ക്രിമിനൽ എന്നുള്ള തരത്തിലാണ് ആ കൊലപാതകം നടത്തിയത്, എന്നിട്ടും അവനെ നല്ലവനാക്കി മാറ്റാൻ വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണാനിടയായി. അതിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: അൽമ എന്ന പെൺകുട്ടിയെ ഭർത്താവ് വിഷ്ണു പുറകിൽ നിന്ന് കൊലപ്പെടുത്തിയ വാർത്തയേക്കാൾ ഏറെ ഞെട്ടിപ്പിക്കുന്നത് ആ വാർത്തയ്ക്ക് താഴെ വരുന്ന കമന്റുകളാണ്. മലയാളികളുടെ ന്യായീകരണ കമന്റുകൾ, കൊലയാളിയെ ന്യായീകരിക്കുന്ന കമന്റുകൾ. അവൾക്ക് ഫോണിലായിരുന്നു ശ്രദ്ധ, ഭർത്താവിനോട് സംസാരിക്കില്ലായിരുന്നു, സോഷ്യൽ മീഡിയ അഡിക്ഷനാണ്. ഇതൊക്കെയാണത്രേ അവളെ കൊന്നതിന് അയാൾ ന്യായീകരണമായി പറയുന്നത്. അതിന് ഓശാന പാടാൻ കുറേ വിഡ്ഢികളും. ഒരു പെൺകുട്ടി ഫോൺ ഉപയോഗിച്ചാൽ സ്വന്തമായി 10,000 10,000 ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയാൽ, അവൾക്ക് സ്വന്തമായി കുറച്ച് ഇഷ്ടങ്ങളും പെറ്റുകളും ഒക്കെ ഉണ്ടായാൽ അത് കൊന്നുകളയാനുള്ള കാരണമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇഷ്ടമില്ലാത്ത വിവാഹ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വിവാഹമോചനം എന്നൊരു നിയമം ഈ നാട്ടിലുണ്ട്. ഭാര്യ സംസാരിക്കുന്നില്ല, അവൾക്ക് ഫോണിലാണ് ശ്രദ്ധ എന്ന് തോന്നിയിരുന്നുവെങ്കിൽ ആ ബന്ധം നിയമപരമായി അവസാനിപ്പിച്ച് അയാൾക്ക് സ്വന്തം വഴിക്ക് പോകാമായിരുന്നില്ലേ? അതിന് നിൽക്കാതെ മൊബൈലിൽ നോക്കിയിരുന്ന ഒരു നിസ്സഹായായ പെൺകുട്ടിയെ പുറകിൽ നിന്ന് നിഷ്കരുണം കൊലപ്പെടുത്തിയത് അയാളുടെ മാനസിക സമ്മർദ്ദം കൊണ്ടല്ല, മറിച്ച് സ്വന്തം ഭാര്യ താൻ വരയ്ക്കുന്ന വരയിലൂടെ നടക്കുന്നില്ലല്ലോ എന്ന ഈഗോയിൽ നിന്നുണ്ടായ ശുദ്ധ സൈക്കോത്തരമാണ്. ഇനി ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരോട് ഒരു ചോദ്യമുണ്ട്. ഭാര്യയും മക്കളും കാത്തിരിക്കുമ്പോൾ രാത്രി മുഴുവൻ കള്ളു കുടിച്ച് കൂട്ടുകാരുടെ കൂടെ നടക്കുന്ന എത്രയോ ഭർത്താക്കന്മാരില്ലേ? ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും സ്വന്തമായി എടുത്ത് കുടിക്കാതെ എപ്പോഴും ഫോണിൽ ഗെയിമും കളിച്ച് റീൽസും കണ്ടിരിക്കുന്ന എത്ര ഭർത്താക്കന്മാരാണുള്ളത്? ഭാര്യയോട് ഒരു വാക്കുപോലും സ്നേഹത്തോടെ സംസാരിക്കാത്ത എത്രയോ പേരുണ്ട്. ഇവരെയൊക്കെ ഭാര്യമാർക്ക് പുറകിലൂടെ വന്ന് ഇവരെ കുത്തിക്കൊല്ലാൻ ഇവിടെയുള്ള സദാചാര സമൂഹം ലൈസൻസ് കൊടുക്കുമോ? ഇല്ല.
കാരണം നിയമവും സദാചാരവും ഒക്കെ എന്നും പെണ്ണിന്റെ നെഞ്ചത്തേക്ക് മാത്രമുള്ളതാണ്. കല്യാണം കഴിച്ചാൽ ഭാര്യ എന്നാൽ ഭർത്താവിനെയും ബന്ധുക്കളെയും എന്റർടൈൻ ചെയ്യാനുള്ള ഒരു പണം കൊടുത്തു വാങ്ങുന്ന ഒരു അടിമയാണോ എന്നുള്ള തോന്നലാണ് ഇത്തരം സൈക്കോകളെ സൃഷ്ടിക്കുന്നത്. അതിന് കുടപിടിക്കുന്ന ഒരു പെണ്ണിന്റെ ജീവനെ ഫോണിനേക്കാൾ വില കൽപ്പിക്കുന്ന ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ: കൊലപാതകം കൊലപാതകം തന്നെ. അതിന് സോഷ്യൽ മീഡിയയിലൂടെയോ ഡിപ്രഷൻ്റെയോ പേര് പറഞ്ഞ് വെള്ളപൂശാൻ ശ്രമിക്കരുത്. ആ കൊലപാതകിയേക്കാൾ വലിയ ക്രൂരതയാണ് അവിടെ നിങ്ങൾ ചെയ്യുന്നത്. ഇത്തരം സൈക്കോകൾക്ക് കൈയടിക്കുന്നവരും ഓർമ്മിക്കുക, നിങ്ങളുടെ ഈ കൈയടികളാണ് നാളെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടി ജീവനെടുക്കാൻ ഇവർക്ക് ഊർജം നൽകുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ അൽമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് അൽമ ഡിവോഴ്സ് ചോദിച്ചതാണ് യഥാർത്ഥത്തിൽ വിഷ്ണുവിന് ഇത്തരമൊരു ആക്രമണ മനോഭാവത്തിലേക്ക് എത്താൻ കാരണമായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അൽമയ്ക്ക് അറിയുമോ അല്ലെങ്കിൽ അൽമയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല എങ്കിൽ പോലും വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ അവർക്കറിയാമായിരുന്നു. വിഷ്ണുവിൻ്റെ ബന്ധുക്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഷ്ണുവിൻ്റെ ബന്ധുക്കൾ വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യം നേരത്തെ അൽമയെ അറിയിച്ചു എന്ന് അവകാശപ്പെടുന്നു. അൽമയുടെ ബന്ധുക്കൾ അത് അറിയിച്ചിട്ടില്ല എന്നുള്ള അവകാശവാദങ്ങൾ നിലവിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വിവാഹത്തിന് ശേഷം അൽമയ്ക്ക് അത് വ്യക്തമായതാണ്. അതിനുശേഷമാണ് 9 വർഷത്തോളം അൽമ വിഷ്ണുവിനൊപ്പം ജീവിച്ചത്. സ്വാഭാവികമായിട്ടും കുട്ടികൾ എന്നുള്ള സ്വപ്നം വന്നപ്പോൾ അൽമ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ കുഞ്ഞിനെ ദത്തെടുക്കുക എന്ന് പറയുന്നത് വിഷ്ണുവിനും വിഷ്ണുവിന്റെ ബന്ധുക്കൾക്കും ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അൽമയുടെ ബന്ധുക്കൾ നൽകുന്ന സൂചനകൾ. അതിന്റെ പ്രധാന കാരണമായിട്ട് അവർ പറയുന്നതാകട്ടെ തൻ്റെ സ്വത്തുവകകൾ അല്ലെങ്കിൽ തങ്ങളുടെ സ്വത്തുവകകൾ ഏതോ ഒരു കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് അത് സാധിക്കില്ല എന്ന തരത്തിലൊക്കെ ആയിരുന്നു എന്നും പറഞ്ഞു വെക്കുന്നു. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ അൽമയുടെ കൊലയാളി എന്ന് പറയുന്നത് പണത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ അൽമയ്ക്ക് മറ്റൊരു ബന്ധമുള്ളതിൽ സംശയമോ അല്ലെങ്കിൽ അൽമയോടുള്ള വാക്കുതർക്കത്തിനിടയിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനവും ഒന്നും തന്നെയല്ല കൊലപാതകത്തിന് കാരണം എന്നുള്ളത് ഇവിടെ തന്നെ വ്യക്തമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അൽമയും ഇല്ലാതാകുക എന്നുള്ള ഒരു ആവശ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്വത്തുക്കൾ എങ്ങോട്ടും പോകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വിഷ്ണു ജയിലിലാണ്. ഇനി ആ വിഷ്ണുവിന്റെ സ്വത്തുക്കൾ ഏത് തരത്തിൽ ആണ് എന്നതൊന്നും തന്നെ അറിയില്ല. ഒരുപക്ഷെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും വിഷ്ണുവിന്റെ ജീവിതം ഇനി ഇത്തരത്തിൽ ദുസ്സഹം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, വിഷ്ണുവിന്റെ ഈ സൈക്കോ സ്വഭാവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെയും ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇന്നേ വരെ വലിയ സ്നേഹത്തോടെ സ്വീകരിച്ചിരുന്ന വിഷ്ണുവിന്റെ നാട്ടുകാർ പോലും വിഷ്ണുവിനെ കാണുമ്പോൾ ഒന്ന് മടിച്ചു നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ നിയമ നടപടികൾ, ആ കേസ് അതിന്റെ ഭാഗമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ വിഷ്ണു മരണപ്പെട്ടു കഴിഞ്ഞാലും അവിടെ ആ സ്വത്തുക്കൾ ആ രീതിയിൽ തന്നെ കിടക്കുകയാണ്. എങ്ങോട്ടും പോകില്ല, അതാർക്കും ലഭ്യമാവുകയുമില്ല. അപ്പോൾ പണത്തിനോടുള്ള ആർത്തി അത് സ്നേഹത്തെ പോലും കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുട്ടികൾ ഉണ്ടാകില്ല എന്നറിഞ്ഞിട്ടും ചേർത്ത് പിടിച്ച ഭാര്യയെ പോലും കൊലപ്പെടുത്തിയത് തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള വിഷ്ണുവിൻ്റെ ഭയം കൊണ്ടാണ് എന്നുള്ള ഒരു വിശകലനത്തിലേക്ക് നമ്മൾക്ക് എത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടാത്തതൊന്നും വേറൊരാൾക്കും അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത് എന്നുള്ളൊരു രീതിയിലേക്ക് വിഷ്ണു ചിന്തിച്ചതാകാം, അല്ലെങ്കിൽ വിഷ്ണു ഭയപ്പെട്ടതാകാം ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. വിഷ്ണു നിലവിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടികളില്ലാത്തതിനെ തുടർന്നുള്ള വാക്ക് തർക്കങ്ങൾ അത് വഴക്കിൽ കലാശിച്ചപ്പോൾ അക്രമം പെട്ടെന്നൊരു ദേഷ്യത്തിൽ ചെയ്തതാണ് കൊലപാതകം എന്നുള്ള തരത്തിലാണ്. പക്ഷേ പോലീസ് ഇത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് എത്രത്തോളം വിലക്കെടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. സംശയങ്ങൾ പോലീസിനുമുണ്ട് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന സൂചനകൾ. എന്തായാലും അന്വേഷണങ്ങൾ ശക്തമാകുമ്പോൾ ഈ പറയുന്നത് പോലെ മൂന്നാമതൊരാൾ, അത് ഒന്നുകിൽ വിഷ്ണുവിന്റെ ബന്ധുക്കൾ പറയുന്നത് പോലെ അൽമയുമായി ബന്ധമുള്ള ഒരാളായിരിക്കാം, അല്ല എങ്കിൽ ഈ സ്വത്തുവകകൾ അതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് വിഷ്ണു പോലും അറിയാതെ വിഷ്ണുവിനെ ഇരയാക്കിയ മറ്റൊരാളായിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു കൊലപാതകം വിഷ്ണുവും അൽമയും മാത്രം ഉൾപ്പെടുന്ന തരത്തിലല്ല, മറിച്ച് ഇതിനിടയിൽ ചില ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു വ്യക്തി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ ശക്തമാകുന്നുണ്ട്. എന്തായാലും അന്വേഷണം ശക്തമാകുന്നുണ്ട്. ഇതിനിടയിൽ നടപടികൾ
നടപടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.